അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾ അക്കീഖ അറുക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് മൻ വുലിദ ലഹു വലദുൻ ഫഹബ്ബ അയൻസുക അൻഹു ഫയൻസുക് അനിൽ ഗുലാമി ഷാതാനി മുകാഫിഅതാനി വനിൽ ജാരിയതി ഷാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്കീഖയുമായി ബന്ധപ്പെട്ട് പറയാൻ, ഒരു ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, ഒരു പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, ഇതാണ് അക്കീഖ അറുക്കേണ്ടത്. അപ്പോൾ കുട്ടി ജനിച്ചു, അക്കീഖ അറുക്കാൻ ആഗ്രഹമുണ്ട്, വാപ്പക്ക് സാമ്പത്തികമില്ല. അപ്പോൾ കടം മേടിച്ച് അക്കീഖ അറുക്കണോ? സാമ്പത്തികമായി കടം മേടിച്ച് അക്കീഖ അറുത്താലും അത് തിരിച്ച് വീട്ടാനുള്ള ആവത് പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത പക്ഷം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും കഴിവില്ലാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സക്കാത്തിൻ്റെ അവസ്ഥ നോക്കൂ, സമ്പത്തുള്ളവർ സക്കാത്ത് കൊടുത്താൽ മതി. അതേപോലെ ഉളുഹിയത്തിൻ്റെ അവസ്ഥ നോക്കൂ, കഴിവുള്ളവൻ ഉളുഹിയത്ത് അറുത്താൽ മതി. ഹജ്ജിൻ്റെ സാഹചര്യം എന്താണ്? സാമ്പത്തികവും ശാരീരികവുമായ ശേഷിയുള്ളവർ ഹജ്ജ് ചെയ്താൽ മതി. അപ്പോൾ അക്കീഖയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളെ കഴിവിൽപ്പെട്ടത് മാത്രമേ അള്ളാഹു കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ സാമ്പത്തിക ശേഷിയില്ല എന്നുള്ളത് കൊണ്ട് അക്കീഖ അറുക്കാൻ പറ്റാത്ത കാരണത്താൽ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ മനസ്സിൻ്റെ നീയത്തിന് അള്ളാഹു പ്രതിഫലം നൽകും എന്നതുകൊണ്ട് കഴിവുള്ള ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കാനും പാടില്ല. ഇത് സാമ്പത്തികമായി പിന്നോക്കമുള്ള, പ്രയാസപ്പെടുന്ന, എന്നാൽ അക്കീഖ അറുക്കാൻ ആഗ്രഹമുണ്ട്, കടം മേടിച്ച് അക്കീഖ അറുത്താലും ആ കടം കൂടുമെന്നല്ലാതെ അത് വീട്ടാൻ പോലും നിർവാഹമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴാണോ പൈസ വരുന്നത് അപ്പോൾ അക്കീഖ അറുത്താൽ മതിയാകും. ഇനി അങ്ങനെ പൈസ വരാത്തൊരു ജീവിതമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുത്താണല്ലോ എല്ലാം ഉള്ളത്, അവർക്ക് അക്കീഖ അറുക്കേണ്ടതുമില്ല. ഇതാണ് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.